എരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ട്രോങ് മെസ്സേജ് ആണ് വന്നിരിക്കണേ. യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ ഈ വീഡിയോനെ മിസ് ചെയ്യരുത്. എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഉണ്ട്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണതെന്ന് റീഡിങ്ങിൽ കാണാം. ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് അതും നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എരീസ്, ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. ഇത് എരീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ് ഇത്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യാം. പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് ഡീറ്റെയിൽസും മെയിൽ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം, മെസ്സേജസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഏരീസ് നിങ്ങളുടെ ഓവറോൾ എനർജി എംപ്രർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ തന്നെ കാർഡാണ്, എംപ്രർ ഏരീസ് കാർഡാണ്. കുറേ പവർഫുൾ എനർജിയിലാണ് നിങ്ങൾ. കുറേ ഒരു എന്താ പറയുക, കൺട്രോൾഡ് എനർജിയാണ് ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെല്ലാം കാര്യങ്ങൾ ഒരു നല്ല ഒരു ഡിസിപ്ലിൻഡ് തരത്തിലാണ് നിങ്ങൾ കാര്യങ്ങൾ നടക്കണേ നിങ്ങളുടെ ലൈഫിൽ. പുറത്തുനിന്ന് നിങ്ങൾ കുറേ കോൺഫിഡൻ്റ് ആണ്, ബട്ട് ഉള്ളിൽ ഒരു പേടിയുണ്ട്. ഇമോഷൻസ് കൂടുതൽ കാണിക്കാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് നിങ്ങൾ. പറഞ്ഞാൽ അങ്ങനെ ഓപ്പൺ അപ്പ് ആവാൻ കുറച്ച് സമയമെടുക്കും. ഈസി അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ സമയത്ത് നിങ്ങൾ എന്തോ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്, എന്താ വേണ്ടേ, ഇത് നടക്കുമോ ഇല്ലേ. അപ്പോൾ എന്തോ പ്ലാനിങ് നടക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇവരൊരു സിംഗിൾ എനർജിയിലാണ്. ഓക്കെ, സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് കരിയറിലാണ് ഫോക്കസ് ചെയ്യണത്, ലൈഫ് എൻജോയ് ചെയ്യണു. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് വോൺസ് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. ഇവരെ ഇപ്പോൾ അങ്ങനെ കമ്മിറ്റ് ചെയ്യണില്ല. അതല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവാം. ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കില്ല. ജസ്റ്റിസ് എനർജി, ചിലവർ മാരിഡ് ആയിട്ടും ഇതൊരു ഓപ്പൺ മാരേജ് മാതിരിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ 2 തരത്തിൽ ആൾക്കാരുണ്ട് ഇവിടെ ഈ റീഡിങ്ങിൽ. ഒന്ന് മാരിഡ് ആൾക്കാർ, അങ്ങനെയാണ് വെച്ചാലും ഈ മാരേജിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. രണ്ടാമത്തെ, നിങ്ങൾ മാരിഡ് അല്ല, റിലേഷൻഷിപ്പിലായിട്ടും ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഒരു കണക്ഷൻ, ഒരു എന്താ കമ്മിറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ്, ഹീലിംഗ് എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സെപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം. കുറേ ബാഗേജ് ഉണ്ട് ഈ കണക്ഷനിൽ, കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തീരുമാനിച്ചില്ല എന്താ വേണ്ടതെന്ന് ഫ്യൂച്ചറിൽ. പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ കണക്ഷനാണ്. രണ്ടാളുടെ ഭാഗത്തുനിന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ലവ് ഉണ്ടായിരുന്നു, ഇൻഫാച്വേഷൻ, ക്രഷിൻ്റെ എനർജിയാണ് കാണുന്നത്. ഇവിടെ ഒരു ഐസൊലേറ്റഡ് എനർജിയും ഉണ്ട്. കുറേ ഫീലിങ്സ് നിങ്ങൾ തുറന്ന് പറഞ്ഞില്ല ഉടനെ, കുറേ സമയം എടുത്തു ഓപ്പൺ അപ്പ് ആവാൻ. ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് ഉടനെ പോയില്ല. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാൾക്കും ഫീലിങ്സ് ഉണ്ടായിട്ടും നിങ്ങൾ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞില്ല. അപ്പോൾ ചിലവർ ഇപ്പോഴും ഒരു റിലേഷൻഷിപ്പിലായിരിക്കില്ല. എന്താ വെച്ചാൽ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തന്നെ പറഞ്ഞിട്ടില്ല. അവരുടെ ലൈഫിലും അവരിപ്പോൾ കരിയറിലാണ് ഫോക്കസ് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾക്കും ഒരു സംശയം ഉണ്ടാവും ഇത് വർക്ക് ആവോ ഇല്ലേ എന്ന്, ഈ പേഴ്സൺ എന്നെ റിജക്റ്റ് ചെയ്യോ. അപ്പോൾ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾക്ക് ആക്ച്വലി ഈ പേഴ്സണോട് ഉടനെ കണക്ട് ചെയ്ത് കാര്യങ്ങൾ പറയണം എന്നുണ്ട്, തുറന്ന് സംസാരിക്കണം എന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ ലേറ്റായി എന്ന് നിങ്ങൾക്കൊരു പേടി വരാൻ തുടങ്ങിയിരിക്കണു. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വേണം, നിങ്ങൾ റെഡിയാണ് അതിന് വേണ്ടിയിട്ട്. ബട്ട് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി കറണ്ട് ഫീലിങ്സിൽ 3 ഓഫ് സോഡ്സ് ആണ്. അവർ എവിടെയോ ഹാർട്ട് ബ്രോക്കൺ ആണ്. അവരുടെ എനർജിയിൽ ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് അവർ ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ നിങ്ങൾ എന്തെങ്കിലും അവരോട് പറഞ്ഞിട്ടോ അതല്ല വെച്ചാൽ അവർക്ക് എന്തോ തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല എന്ന്. അതുകൊണ്ട് അവർ കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ്.
മേ ബി അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ കാര്യങ്ങൾ പറയും, തുറന്ന് സംസാരിക്കും. അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർ വിചാരിച്ചു നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല എന്ന്. ഇവിടെ എന്തായാലും അവർക്ക് ക്ലാരിറ്റി വേണം എന്നുണ്ട്. ഈ സ്റ്റാഗ്നന്റ് ഫേസിൽ നിന്ന് അവർക്ക് പുറത്തു വരണം എന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ? നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 5 swords ആണ്. അപ്പോൾ ഇവിടെ കുറച്ചൊരു നെഗറ്റീവ് എനർജീസ് കാണാണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ വഴക്കുണ്ടായിട്ടുണ്ടാവും മുമ്പേ. അതുകൊണ്ട് നിങ്ങളും കുറച്ചൊരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടാണ് ഈ സെപ്പറേഷനിൽ പോയത്. പക്ഷെ അതിൻ്റെ റിഗ്രറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക്. പാസ്റ്റിൽ കാര്യങ്ങൾ ശരിയായി നടന്നില്ല എന്ന ആ ഫീലിംഗ് ഉണ്ട്. നിങ്ങളിപ്പോൾ റെഡിയാണ് ഇതിനെ ഒരു പുതിയ തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഇവരുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ അവർക്ക് ക്ലാരിറ്റി വേണം, അവർക്ക് ഹാപ്പി ആവണം. അവർ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അവർക്ക് കാര്യങ്ങൾ തുറന്ന് പറയണം എന്നുണ്ട്, സംസാരിക്കണം എന്നുണ്ട്, മുമ്പോട്ട് പോകണം എന്നുണ്ട്. അപ്പോൾ എവിടെയോ അവർ റെഡിയാണ് ഈ ചേഞ്ചിന് വേണ്ടിയിട്ട്. അവർക്കൊരു ചേഞ്ച് വേണം. ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ പോവില്ല, ഇങ്ങനെ നടക്കില്ല. ഓക്കെ, അവർക്ക് എന്തോ ഇപ്പോൾ ഒരു ഡെഫിനറ്റായി ആൻസർ വേണം എന്നാണ് അവരുടെ ഇൻറ്റൻഷൻ. അപ്പോൾ അവർ നിങ്ങളെ സഡൻലി ആണ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഇവിടെ ആക്ഷൻ? നിങ്ങൾ എടുക്കാൻ പോണ ആക്ഷൻ 7 of Cups. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, ഇപ്പോഴും അറിയില്ല എന്താ ചെയ്യണ്ടേ, ഷുവർ അല്ല. അവരുടെ ആക്ഷൻ 9 of Swords. അപ്പോൾ അവരും സ്ട്രെസ്ഡ് ആണ്. എന്താണ് ഈ പേഴ്സൺ ഇത്രയും സമയം എടുക്കണേ, ഇവിടെ അവർക്ക് എനിക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ടോ? അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. എന്താ വെച്ചാൽ നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യില്ല വെച്ചാൽ അവർ തന്നെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ നോക്കും. അപ്പോൾ എന്താണ് ഔട്ട്കം ഇവിടെ ഉള്ളത്? ഔട്ട്കം ഞാൻ കാണുന്നത് ചാരിയറ്റ്. അപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്, അതിൽ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇവിടെ ബ്ലോക്ക് ആയിട്ട് എന്താണ്? Ace of Pentacles. ഇവിടെ ബ്ലോക്ക് ഈ പുതിയ തുടക്കം തന്നെയാണ്. സ്റ്റെബിലിറ്റി ഇല്ല. രണ്ടാളും വെയിറ്റ് ചെയ്യാണ്. മറ്റേ പേഴ്സൺ എന്തെങ്കിലും പറയും, നിങ്ങൾ വെയിറ്റ് ചെയ്യണത് ഈ പേഴ്സൺ എന്തെങ്കിലും പറയും. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാര്യങ്ങൾ ചിലപ്പോൾ കുറേ പറഞ്ഞ ഫീലിങ്സ് ഉണ്ടായിട്ടും നിങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോയില്ല. അതാണ് ഏറ്റവും വലിയ ബ്ലോക്ക്. 10 of Cups എല്ലാം പോസിറ്റീവ് കാർഡ്സാണ് ബ്ലോക്ക് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി കോൺഫ്ലിക്റ്റ് ഉണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസും ഉണ്ടാവാം. ചിലവർക്ക് ഇവിടെ ഒരു മൂന്നാമത്തെ ആളുണ്ട്, അതുകൊണ്ട് ഈ സിറ്റുവേഷൻ മുമ്പോട്ട് പോകില്ല. അപ്പോൾ എന്താണ് ഇവിടെ ഓറക്കിൾ മെസ്സേജ് പറയണത്? പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു സൂക്ഷിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയണേ. ഈ റെഡ് ഫ്ലാഗ് എന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ റെഡ് ഫ്ലാഗ് എന്താണ്? എംപ്രസ്. അപ്പോൾ ഇവിടെ ഒരു മൂന്നാമത്തെ പേഴ്സൺ ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കും ഇവിടെ കണക്ഷൻ മുമ്പോട്ട് പോവാത്തത്. ആരോ ഇവിടെ മാരിഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് ഇടുക. വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.